നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 44ലേക്കും ഏവർക്കും സ്വാഗതം. ഭഗവാൻ നിർദ്ദേശിച്ചതുപോലെ ബാലന്മാർ പത്നീശാലയിൽ ചെന്ന് അലങ്കൃതരായി സുഖമായി വിശ്രമിക്കുന്ന ആ സതികളെ സ്മരിച്ച് വിനയപൂർവം പറഞ്ഞു: വിപ്രപത്നികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇവിടെ സമീപത്തായി ശ്രീകൃഷ്ണനും ബലരാമനും പശുക്കളെ മേച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ വന്നത്. വ്രജത്തിൽ നിന്നും വളരെ ദൂരം നടന്നു വന്ന ശ്രീകൃഷ്ണനും ബലരാമനും വിശന്നിരിക്കുകയാണ്. അവർക്കും ഞങ്ങൾക്കും അന്നം തന്നാലും. ബ്രാഹ്മണരുടെ അടുക്കൽ ബാലന്മാരെ അയച്ചപ്പോൾ ഭഗവാൻ എല്ലാവർക്കും ഭക്ഷണം ചോദിച്ചു വാങ്ങാൻ ഏൽപ്പിച്ചയച്ചു. എങ്കിലും രാമകൃഷ്ണന്മാർക്ക് മാത്രം ഭക്ഷണം വേണമെന്നേ അവർ യാചിച്ചുള്ളൂ. ഈ പ്രാവശ്യം വിപ്രപത്നിമാരോട് ഭക്ഷണം യാചിക്കാൻ പറഞ്ഞയച്ചില്ല. താൻ വന്നിട്ടുണ്ടെന്ന് മാത്രം അറിയിക്കാനാണ് പറഞ്ഞത്. എങ്കിലും അവർ തങ്ങൾക്കും കൂടി ചേർത്താണ് ഭക്ഷണം യാചിച്ചത്. കാരണം പുരുഷന്മാരെ കണ്ട മാത്രയിൽ അവരോട് ചോദിച്ചിട്ട് ഫലമുണ്ടാവുകയില്ലെന്നും സ്ത്രീകളെ കണ്ട മാത്രയിൽ ഉത്തമകളാണെന്നും ഭക്ഷണം വേണ്ടിടത്തോളം സസന്തോഷം നൽകുമെന്നും വിശ്വാസം തോന്നി. ആ സ്ത്രീകൾ ഗോപികളിൽ നിന്നും ഭഗവാനെ കുറിച്ച് ധാരാളം കേട്ടിരുന്നു. കേട്ടിടത്തോളം കഥകളെ കൊണ്ട് അവർ കൃഷ്ണനിൽ ആക്ഷിപ്ത ചിത്തകളായി കഴിഞ്ഞിരുന്നു. ഗൃഹം വിട്ടു സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ബന്ധനത്തിലെന്ന പോലെ ആ അബലകൾ ശ്രീകൃഷ്ണ ദർശനം എന്ന് ലഭിക്കുമെന്നുള്ള ആകാംക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. കൃഷ്ണൻ സമീപത്ത് വന്നിട്ടുണ്ടെന്നും വിശന്നിരിക്കുകയാണെന്നും കേട്ട മാത്രയിൽ തന്നെ കൃഷ്ണദർശനാർത്ഥം ആനന്ദ സംഭ്രമത്തോടുകൂടി ഗുണസമ്പൂർണങ്ങളായ ചതുർവിധ ഭോജ്യങ്ങളുമെടുത്ത് സമുദ്രോന്മുഖമായി ഗമിക്കുന്ന നദികളെന്ന പോലെ അവർ ഹൃദയേശ്വരന്റെ സമീപം പാഞ്ഞെത്തി. ഭക്തന്മാരോട് ഭഗവാൻ ചോദിച്ചു വാങ്ങും. ഭഗവാനെ ഉപചരിക്കാൻ എപ്പോൾ ഭാഗ്യം ലഭിക്കുമെന്ന് ഭക്തന്മാരും കാത്തിരിക്കും. ഭർത്താക്കന്മാരും സ്വജനങ്ങളും കഴിയുന്നതും തടുത്തു നോക്കി. പക്ഷേ അവർ കൂട്ടാക്കിയില്ല. നദികൾ മാർഗത്തിലുള്ള തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് സമുദ്രത്തിൽ ചെന്നെത്തുന്നത് പോലെ അവർ ഭഗവത് സമീപത്തെത്തി. അശോകത്തിന്റെ നവപല്ലവങ്ങളാൽ അലങ്കൃതമായ യമുനോപവനത്തിൽ ജ്യേഷ്ഠനോടും ഗോപന്മാരോടും ചേർന്നിരിക്കുന്ന ശ്രീകൃഷ്ണനെ അവർ ദർശിച്ചു. ഭക്തകളായ ഗോപികൾ വർണ്ണിച്ചു കേട്ട് മനസ്സിൽ ദൃഢമായി പതിഞ്ഞിരുന്ന ആ സുന്ദര രൂപത്തെ പ്രത്യക്ഷമായി കണ്ടു. ഘനശ്യാമവർണം, കനക പ്രഭമായ പീതാംബരം, ആപാദചൂടം വ്യാപിച്ചു കിടക്കുന്ന വനമാല, ശിരസിൽ അണിയണിയായി നിരത്തിയ പീലികൾ, മനയോല കൊണ്ട് നിറം പിടിപ്പിച്ച അംഗങ്ങൾ, കാതുകളിൽ നീലത്താമര, ചുരുണ്ടു ചുരുണ്ടു കരിയളകങ്ങളാൽ ആവൃതമായ കവിൾത്തടങ്ങൾ, മോഹന മന്ദഹാസ മധു പൊഴിക്കുന്ന മുഖാരവിന്ദം എന്നീ പ്രകാരമുള്ള പ്രേമമൂർത്തിയെ അവർ കൺകുളിരെ കണ്ടു. ഒരു തൃക്കൈ പ്രിയതോഴനായ ശ്രീദാമാവിന്റെ തോളിൽ വെച്ച് മറ്റേ കൈയിൽ ഒരു താമരപ്പൂ ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന ശ്യാമ സുന്ദരന്റെ ദർശന മാത്രത്താൽ ആ ഭക്തകളുടെ ചിത്തം ശ്രീകൃഷ്ണനിൽ ലയിച്ചുപോയി. അന്യചിന്ത നിശേഷം നശിച്ചു. ആ രൂപാസ്വാദനത്തിന്റെ പ്രാരംഭമായി നേത്രങ്ങൾ അടഞ്ഞു. അവർ വീണ്ടും കൺതുറന്ന് പ്രിയതമന്റെ മനോഹര രൂപത്തെ നേത്രദ്വാര ഹൃദയമാകുന്ന പള്ളിയറയിൽ പ്രവേശിപ്പിച്ച് പ്രേമാധിക്യത്തോടുകൂടി അധിക നേരം ആലിംഗനം ചെയ്തു. ഇത്രയും കാലം ശ്രീകൃഷ്ണ ദർശനം ലഭിക്കാതിരുന്ന കഥനഭാരം ഇങ്ങിനി വരാത്തവണ്ണം പോയി. പരമഹംസന്മാർ അനുഭവിച്ചാനന്ദിക്കുന്ന സമാധി അവസ്ഥ അവർക്ക് തനിയേ ഉണ്ടായി. സമസ്ത വിഷയാശയങ്ങളും ഉപേക്ഷിച്ച് തൻ്റെ ദർശനം കൊതിച്ചു വന്ന അവരോട് സർവസാക്ഷിയായ ഭഗവാൻ മന്ദഹാസമധു ചൊരിഞ്ഞുകൊണ്ടരുളി ചെയ്തു: മഹാഭാഗ്യവതികളെ, നിങ്ങൾക്ക് സ്വാഗതം. അവിടെ നിൽക്കാതെ ഇരിക്കുവിൻ. നിങ്ങൾ എന്നെ കാണാൻ വന്നത് എത്രയും ഉചിതമായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് പറയുവിൻ.
ജന്മം സഫലമാക്കുന്ന പരമശ്രേയസിനെ സമ്പാദിക്കാൻ അറിയുന്ന കുശലന്മാർ ആത്മാവും പ്രിയനുമായ എന്നിൽ അഹൈതുകവും നിഷ്കപടവുമായ ഭക്തിയെ ചെയ്യുന്നു. പ്രാണേന്ദ്രിയാദി സംഘാതമായ ദേഹം, ഭാര്യ, പുത്രൻ, ധനം ഇത്യാദികളിലുള്ള സ്നേഹം ഗൗണമാണ്. പ്രേമമാത്ര സ്വരൂപനായ എൻ്റെ സംബന്ധം കൊണ്ട് മാത്രമാണ് ഇവയെല്ലാം പ്രേമാസ്പദങ്ങളായി ഭവിക്കുന്നത്. ആ എന്നേക്കാൾ പ്രിയനായി വേറെ ആരിയ്ക്കുന്നു? ആരുമില്ല. അപ്രകാരമുള്ള എന്നിൽ പരമശുദ്ധ ഭക്തിയുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ വന്നത്. എൻ്റെ ദർശനത്താൽ കൃതാർത്ഥരായ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി യജ്ഞകവാടത്തിലേക്ക് പോകുൻ. നിങ്ങളുടെ ഭർത്താക്കന്മാർ തുടങ്ങിയിരിക്കുന്ന സത്രത്തിന്റെ പരിസമാപ്തിക്ക് നിങ്ങളും കൂടെ ഉണ്ടായിരിക്കണം. എന്തെന്നാൽ ഗൃഹസ്ഥന് ധർമ്മപത്നിയോട് കൂടാതെ കർമ്മപൂർത്തി വരുത്തുവാൻ അധികാരമില്ല. നന്ദി, നമസ്കാരം.